സ്കോട്ട്ലൻഡ് ഹൈലാൻഡ്സിലെ ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത് NC500 റോഡ് ട്രിപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു ചെറിയ മനോഹരമായ ഗ്രാമത്തിലേക്കാണ്. ടൊറിഡോൺ എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഹൈലാൻഡ്സിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടൊറിഡോൺ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. ആകാശത്തെ തൊടുന്ന മലനിരകളും കണ്ണാടി പോലെ തെളിഞ്ഞു കിടക്കുന്ന ലോക്കുകളും വളവുകൾ നിറഞ്ഞ മനോഹരമായ റോഡുകളും ആപ്രിക്കോസിൽ നിന്ന് യാത്ര തുടങ്ങി ടൊറിഡോണിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും മലനിരകളും ഒക്കെ കണ്ടുള്ള ആ ഒരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ പേര് രാഹുൽ. അപ്പം എല്ലാവർക്കും എൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ആപ്പിൾ ക്രോസ് അക്കോമഡേഷൻ്റെ അവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് അവിടുന്ന് യാത്ര തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ചെറിയ മഴയും നല്ല മൂടിയ ക്ലൈമറ്റുമായിരുന്നു ഇന്നും. സൂര്യനെ കണ്ടില്ലെങ്കിലും ആ മലകൾ, കോട മൂടി നിൽക്കുന്ന മലകളുടെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ടൊക്കെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. നമ്മൾ ഇന്നലെ രാത്രി സഞ്ചരിച്ച വഴി ഇതാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നുന്നു. ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ ഇതുകൊണ്ട് നമുക്കൊന്നും എൻജോയ് ചെയ്യാനോ കാണാനോ പറ്റിയില്ല. പക്ഷെ ഇപ്പം നോക്കി, ആ സൈഡിൽ ചെറിയ പാലവും കാര്യങ്ങളും ഒക്കെ, നല്ല ഭംഗിയുള്ള വഴികളും, അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ അടുത്ത് വലിയ ആൾതാമസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സൈഡിൽ കുറേ പച്ചപ്പും അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ലോക്കും അതിൻ്റെ മുകളിലൊരു മല നിരകളും ഒക്കെയാണ്. ഇതും ഒരു മനോഹരമായ റോഡിൽ കൂടിയാണ്, ഇടുങ്ങിയ റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലത്തെ സ്കെയറിയസ്റ്റ് റൂട്ടിന്റെ അടുത്തൊരു ഓപ്പോസിറ്റ് റൂട്ടിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാൻ പോവാണ്. ഇന്നത്തെ ട്രിപ്പും കുറച്ചുകൂടെ സ്കെയറി ആക്കുമെന്ന് നമ്മുടെ മെറി ബോയ് പറയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മെറിയുടെ ബോയ്, അതുകൊണ്ടാണ് ഇവനെ മെറി ബോയ് എന്ന് വിളിക്കുന്നത്. ഇത് ഏതോ ഒരു ഭംഗിയുള്ള ലോക്കാണ്. ഏത് ലോക്കാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും ലോക്കിന്റെ അടുത്തൂടെ ഞങ്ങൾ പോകൊണ്ടിരിക്കുന്നു. വേണ്ടവർക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം ആപ്പിൾ ക്രോസിന്റെ അടുത്തുള്ള ലോക്ക് ഏതാണ്. പ്ലാനുകളെല്ലാം മഴ കാരണം സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഓ, ഇതാണ് ലോക്ക് ഷാരൺ. ഓ, ഞങ്ങൾ ഈ ലോക്ക് ഷാരന്റെ വഴി കൂടെ തന്നെയാണ് ഇന്നലെ വന്നത്. പക്ഷെ നമ്മൾ ഉറങ്ങി എണീറ്റപ്പോൾ ഞങ്ങൾ മറന്നുപോയതാ. എന്തായാലും AK പറയുന്നത് സ്കോട്ട്ലൻഡില് 30,000 ലോക്സ് ഉണ്ട്. 30,000 മുകളിൽ ലോക്സ് ഉണ്ട്. അപ്പം അത് മിസ്റ്റ് കാരണം കാണാത്ത. നമ്മൾ ഈ ഹിൽ റേഞ്ച് കയറുന്ന വഴിയിലെല്ലാം നമുക്ക് ഈ പാസിംഗ് പ്ലേസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന കാണാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ 2 കാർ ഓപ്പോസിറ്റ് അവിടുന്ന് ഇവിടുന്ന് വരുന്ന സമയത്ത് ഒരു കാറിന് നിർത്തി കൊടുക്കാനായിട്ട്, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു സേഫ്റ്റിയുടെ UK ഡ്രൈവിംഗ് റൂൾസ് ആണെങ്കിലും എല്ലാം ഭയങ്കര വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരുടെ സേഫ്റ്റിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊക്കെ നമ്മുടെ കേരളത്തിലും വരുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഈവൻ നമ്മളൊക്കെ വാഗമണൊക്കെ പോകുന്ന വഴി ഒരു KSRTC ബസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആ സൈഡിലത്തെ ഓടയിൽ ചാടിക്കണം, അല്ലെങ്കിൽ ആ കല്ലിൻ്റെ മുകളിൽ കയറണം. അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇവിടെയൊക്കെ നോക്കിയേ, ഇത് ഈ പാസിംഗ് പ്ലേസ് വെച്ചേക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ സൈഡിലൊന്നും ഒരു ബാരിയേഴ്സും ഒന്നും വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഫുൾ വ്യൂസ് ഒക്കെ കണ്ടു പോവാം. അത്രത്തോളം ഈ ഡ്രൈവേഴ്സൊക്കെ ഇവിടെ അത്ര സേഫ് ഡ്രൈവിംഗ് ആണെന്നുള്ള കൺസെപ്റ്റിലാണ് അവരിതൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു സേഫ്റ്റിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ KSRTC ഒന്നുമില്ല. ഇനി ഇതുപോലുള്ള വഴികളിലൊന്നും ഇവിടുത്തെ ലോക്കൽ ബസ്സുകളൊന്നും പോകില്ല. നമ്മളെ പോലെ കുറച്ച് കിറുക്കന്മാർ മാത്രമേ ഇതുവഴിയൊക്കെ നടക്കത്തുള്ളൂ. ഞങ്ങളുടെ മെയിൻ കിറുക്കനാണ് ഇവൻ, കിറുക്കൻ ടിൻസ്. നോക്കുക, ഈ അങ്ങ് ദൂരെ ഒരു ചെറിയൊരു വീടും അടുത്തൊരു ചെറിയ എന്തോ ഒരു കപ്പലാണ്. എന്താന്ന് ഞങ്ങൾക്ക് ഇത്ര ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
നല്ല സൂപ്പർ മഴയുണ്ട് കേട്ടോ. മഴ ഇല്ലാതെങ്കിൽ ഇവിടെ ഇറങ്ങുന്നത് കറക്റ്റ് വന്നിരിക്കുന്നത്. ഗൈസ് അവിടെ കണ്ടോ, നല്ല ചെമ്മരിയാടുകൾ, ഒരു വീട്, നല്ല മഴ. ഓ എന്താ ലൈഫ്. കമോൺ ഡിൻസ്, വണ്ടി എടുക്കൂ. ഇനി നീ തുറച്ച് ഇടയ്ക്കിടയ്ക്ക് തുറച്ചിട്ടാ മതി. ഈ വാക്കിന് വാക്കിന് Walking in the moonlight. Rakesh എന്ന് പറയുമ്പോ അവനൊരു പാസ് ഉണ്ടാവും പത്തൊന്ന്. സോറി ഇത് ഉടമസ്ഥനുള്ളതാണ്. ഇതൊക്കെ കാട്ടില് സാധനമാണ്. ഇവിടെ ഒരു പാർക്കിംഗ് കാണും. റെസ്റ്റ് എടുക്കാൻ ചോട്ടനാണല്ലോ. അവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് AK പറയുന്നത്. ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ലോക്കും കടലും കൂടെ ചേരുന്ന ആ പോയിന്റിന്റെ വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. ആ ദൂരെ കാണുന്നത് കടലാണ്. ഇവിടെ മൊത്തം ഈ കുന്നുകൾ തന്നെയാണ്. കുന്നുകളും കുറേ ചെമ്മരിയാടും ഇതൊക്കെ തന്നെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ അങ്ങനെ വലിയ ആൾതാമസമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ മെയിൻലി ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ കുന്നുകളും ഇതുപോലെ ഏകാന്തതയിൽ കിടക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളും. അവിടെ ചിലപ്പോ 1 2 പേരോ കാണുമായിരിക്കും. നമ്മള് ലോക്കൊക്കെ കഴിയണേ ഇപ്പൊ കടൽ. അപ്പൊ ഇത് ലോക്ക് ക്യാരൻ അല്ല, ഇത് കടലാണിത്. ഏത് കടലൊക്കെ ഇത്? ഇതിപ്പോ നമ്മളിനി വളഞ്ഞ് ഇനി അടുത്ത ലോക്കിലോട്ട് കയറാം. ഇനി വളഞ്ഞ് ഇനി അടുത്ത ലോക്ക് ഓർഡറിലേക്ക് കയറാം. റാസെ, ഐൽ ഓഫ് സ്കാൽപെ, ഐൽ ഓഫ് റോണ എന്നീ പറയുന്ന ഐലൻഡ്സിലൊക്കെയാണ്. ഇതിന് തൊട്ടപ്പുറയാണ് ഐൽ ഓഫ് സ്കൈ. ഈ ഐൽ ഓഫ് സ്കൈ എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ ഒരു ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് നേരെ ഒന്ന് കടലിലോട്ടാണ് വീഴുന്നത്. ഓൾഡ് മാൻ ഓഫ് ടോർ എന്ന് പറയുന്ന ഓൾഡ് മാൻ ഓഫ് ടോർ അതൊരു അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. അതിന് ഇതാണ് ഞാൻ ആഗ്രഹിച്ച എല്ലാവരും വണ്ടിക്കകത്ത് റോഡിൽ. ആക്ച്വലി ഞങ്ങൾ ഈ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ സമയം പോകുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പക്ക റോഡ് ട്രിപ്പിലേക്ക് പ്ലാൻ. എത്ര മോശമായതുകൊണ്ടൊന്നും അല്ല, കാലാവസ്ഥ അനുകൂലമല്ലാത്തോണ്ടല്ല. സത്യം പറഞ്ഞ ഇതൊരു വൈബല്ലേ. പിന്നെ നല്ല മഴ, നല്ല ഡ്രൈവ്, നല്ല കേർവി റോഡ്സ്, ഹിൽ ടോപ്പ്, മിസ്റ്റ്, പിന്നെ ടിൻസിന്റെ റൊമാൻസും. ഈ സ്ഥലങ്ങളിൽ കറണ്ടുള്ള പ്രദേശങ്ങളാണ്. അതെ, ഇവിടെ ഞങ്ങള് ചെറിയ 2 വീടൊക്കെ കണ്ട് 2 ടോസ്റ്റരോ ചേച്ചെന്ന് വെച്ചാലും ഏറിയാലും. സത്യം പറഞ്ഞാൽ ഞങ്ങള് രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം 11:30 ഇവിടെ അടുത്തൊന്നൊരു ഹോട്ടലിൽ പോയിട്ട് ചെറിയൊരു മാർജിൻ ഫ്രീ ഷോപ്പ് ഇന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇത് ആപ്രിക്കോസ് കോസ്റ്റ് റോഡ് എന്നാണ് ഇതിന് പറയുന്നത്. സോ എല്ലാരും പ്രിപ്പയർഡ് മാത്രം വരിക. അതെ, ഇനിയും ഈ റോഡ് ട്രിപ്പ് നമ്മൾ കിടക്കുമ്പോൾ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് അത്യാവശ്യം മിനിമം ബേസിക് ആയിട്ടൊരു ബ്രെഡും ജാമെങ്കിലും അല്ലെങ്കിൽ നൂഡിൽസ് എങ്കിലും മേടിച്ചോണ്ട് വരിക പ്ലീസ്. ഈ വണ്ടിയിൽ ഇപ്പൊ ഭയങ്കര കരിയുന്ന വേണോ? വേറൊന്നുമല്ല അവൻ പറയുന്നത് വയറ് കരിയുന്ന ഗുണമാണ്. അല്ല, പാവം ടിൻസ് ഒന്ന് പേടിച്ചു. അയ്യോ, വണ്ടിയുടെ ക്ലച്ചൊക്കെ കത്തി തുടങ്ങിയാന്നൊക്കെ. ക്ലച്ചില്ലേ? ഈ വണ്ടിക്ക് ക്ലച്ച് ടിൻസെ അവൻ 4 വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച സംഭവം. I mean, അവന്റെ
ക്ലച്ചിൽ ഞാൻ പറഞ്ഞത്, ക്ലച്ചിൽ ഉദ്ദേശിച്ചത് സാരല്ല, മെക്കാനിക്കലി ഉണ്ട്. ജിൻസിന് ചെറിയൊരു തെറ്റ് പറ്റി. എന്നാലും ജിൻസ് അതിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ശരി തന്നെയാ അല്ലേ? ആ പറ. മെക്കാനിക്കലി ഉണ്ട്. ആ പക്ഷേ ഒന്നും ചെയ്യണ്ട. തന്നെ നമ്മൾ കണ്ടു. ഉപയോഗിക്കാത്ത പക്ഷം, ചെയ്യാത്ത പക്ഷം അങ്ങനെ വെറുതെ കിടന്ന കരിയില്ലല്ലോ. അത് പോയി അങ്ങനെ വഴി വെച്ച് നല്ലൊരു വ്യൂ കണ്ടു. ആ വ്യൂ കണ്ടിട്ട് ഞാനെന്നാൽ എല്ലാവരെയും കാണിക്കാമല്ലോ എന്ന് കരുതി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഒപ്പം AK ഇറങ്ങി. ചെറിയ മഴ ചാറുന്നുണ്ടായിരുന്നു, എന്നാലും ആ വ്യൂ കണ്ടപ്പം വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രോണിനെ എനിക്ക് മിസ് ചെയ്തത്. ആക്ച്വലി ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു ഏരിയൽ വ്യൂ ഒക്കെ നല്ല നല്ല ഭംഗിയായിരുന്നു. ലൈക്ക് ഈവൻ അതിൻ്റെ ആ ചെറിയൊരു ഐലൻഡ് പോലെ ആ സെറ്റപ്പിൻ്റെ സൈഡിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ കളറും ഒക്കെ നല്ല ഭംഗി. എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ഡയറക്റ്റ് കാണുന്ന ആ ഭംഗിയൊന്നും ക്യാമറ കൂടെ കിട്ടുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് എന്തായാലും നിങ്ങളെ കാണിച്ചേക്കാന്ന് കരുതി. ഞങ്ങളിപ്പോ ടൊറിഡോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുക. അതും ഇതുപോലൊക്കെ തന്നെ മലകളും ലോക്കും ഒക്കെ തന്നെ ആണ്. പക്ഷെ എന്തായാലും എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. ഇവിടെയൊക്കെ റോഡിൽ ഇതുപോലെ ചെമ്മരിയാടും ഇങ്ങനെ നിൽക്കുന്നത് കാണാം. എടാ കിട്ടിയില്ല. നോക്കിയ ചെറിയൊരു വെള്ളം തടാകമാണ്. എന്താണ് ഇതിന് പറയുന്നത്? കനാൽ. 30,000 എണ്ണം സ്കോട്ട്ലൻഡിനുള്ളെങ്കിൽ സ്കോട്ട്ലൻഡ് മൊത്തം വെള്ളമായിരിക്കും. ഇതൊരു ഞങ്ങൾ പോകുന്ന വഴി റോഡിന്റെ സൈഡിൽ ചെറിയൊരു ലോക്കാണ്. ആ അതെ, നമ്മുടെ അവിടുത്തെ എന്താ അതെ അതെ പാറമട പോലെ ഉണ്ട്. പാറമട സെറ്റപ്പ് ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്നത്. എന്നാലും ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കിയ ആ ദൂരെ നിന്ന് ആ വണ്ടി വരുന്ന സീനൊക്കെ നോക്കിയേ. സീൻ വണ്ടി നൈസ് ഒരു വ്യൂ. ഇതൊരു വാവ് മൊമെന്റ് തന്നെ. സുഹൃത്തുക്കളെ നോക്കൂ, ഈ ഭൂമി എന്ത് സുന്ദരമാണ്. ഗൈസ് ഇവിടാണ് പാസിംഗ് പ്ലേസിന്റെ അഡ്വാൻറ്റേജ്. ഇവിടെ പാസിംഗ് പ്ലേസ് ഇല്ലാഞ്ഞത് കൊണ്ടും ജിൻസൺ നൈസായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഗൈസ് ഒന്നും പറയാനില്ല, ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ആക്ച്വലി ആ കർവ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നൈസ് വ്യൂ. ഇതാ പറഞ്ഞത്, ലൈക്ക് സ്കോട്ട്ലൻഡിൽ ഏത് വെതറിലും, ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഏത് വെതറിലാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് സ്കോട്ട്ലൻഡിന്. ഏത് ലൊക്കേഷനിൽ പോയാലും ഇതിപ്പോൾ ഒരാളും ഇല്ല, ഇതൊന്നുമില്ല. ഞങ്ങൾ ആക്ച്വലി ആപ്പിൾ ക്രോസിൽ ടൊറിഡോൺ പോകുന്ന റൂട്ടിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇന്നലെ വന്ന വഴി തന്നെ പോകണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ അവിടെ വെച്ച് കണ്ട ഞങ്ങളുടെ കുറച്ച് നല്ല വ്യൂസാണിത്. ഈ ഫ്രണ്ടിൽ കുഞ്ഞൊരു വാട്ടർഫോളൊക്കെ കാണാൻ പറ്റും. പക്ഷെ എന്ത് ഭംഗിയാണ്. ഈവൻ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പുറത്തിറങ്ങണമെന്നുള്ളൂ, പക്ഷെ അത്യാവശ്യം നല്ല മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ല. സ്റ്റിൽ ഇറ്റ്സ് വേർത്ത്. നോക്കി ഈ ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങുന്നത്. ഇന്നലെയാണ് ഞങ്ങൾ വരുന്ന ഒരു മാനിനെയൊക്കെ കണ്ടായിരുന്നു. മോനെ സീൻ വ്യൂ. സത്യം പറഞ്ഞാൽ അതുപോലെ വല്ല വീടൊക്കെ മേടിച്ച് ഇടയ്ക്കൊക്കെ കൂടി ഇങ്ങനെ ഹോളിഡേയ്സ് നിൽക്കണം.
ഞങ്ങൾ ദേ അതാ ഷെൽഡാക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇല്ല, ഇവിടെ ഇവിടെ അടുത്തവിടെ ഒരു കോഫി ഷോപ്പ് വേറൊന്നുമല്ല. ഞങ്ങൾ ആക്ച്വലി ഇത്രത്തോളം ഒരു ഗ്രാമമെന്ന് പോലും ഇത് പറയാൻ പറ്റുന്നില്ല. ഇത് കുറേ കുന്നും മലയും മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കുറേ ട്രാവലേഴ്സും ക്യാമ്പിങ് ക്യാരവനിൽ വരുന്ന കുറേ ട്രാവലേഴ്സ് അവരൊക്കെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് തന്ന് ഞങ്ങൾ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ചെയ്തില്ല. നല്ല തുടുത്തുടാന്നിരിക്കുന്ന നല്ല പുളി. Camping corals. At last ഞാൻ ടൊർഡോൺ എത്തിയത്. ടൊർഡോണിലൊരു കഫേ അതുപോലെ തന്നെ ഗ്രോസറി സ്റ്റോറൊക്കെ കണ്ടെന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ലതും കഴിക്കണം. ലൈറ്റല്ല, കാര്യമായിട്ട് കഴിക്കണം. അതാ വൈകിട്ടത്തെയും കൂടെ കഴിച്ചിട്ട് ഇറങ്ങുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എന്തെങ്കിലും കിട്ടുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല. ആക്ച്വലി ഈ റോഡ് ട്രിപ്പിൽ മെയിൻലി ഇതുപോലത്തുള്ള വ്യൂസ്, ഈ റോഡ്സ്, ഈ വാലീസിലൂടെയുള്ള ഡ്രൈവ്, ഇതൊക്കെയാണ് ഭയങ്കര ലൈക്ക് ട്രിപ്പിനെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. പിന്നെ ഈ കാണുന്ന വ്യൂസ് അത് എത്ര പറഞ്ഞാലും നമുക്ക് ലൈക്ക് ഈവൻ എത്രത്തോളം വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന ഭംഗിയൊന്നും ഒരിക്കലും വീഡിയോയിലൂടെ കിട്ടത്തില്ലല്ലോ. എന്നാലും ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, അവിടെ ഒരു അമ്മച്ചിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ഒന്നും കാണുന്നില്ല. ആഹാ, ഇവിടെ റെസ്റ്റോറന്റ് ഇല്ല, പക്ഷെ GP ഉണ്ട്, ഗാലറി ഉണ്ട്. ഇവിടെ ചെറിയ മനുഷ്യന്മാരൊക്കെ അവൻ മെറിയുടെ കരച്ചിലാണ് കണ്ടത്, വിശന്നിട്ടുള്ള കരച്ചിൽ. ഇങ്ങനെ അതെ ഞങ്ങൾ ടൊർഡോൺ ടൗണിൽ നിർത്തി. എന്നിട്ട് അവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ കുറച്ച് സൂര്യനെയൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടു തുടങ്ങി. ചെറിയ സൂര്യൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ചെറിയ വെളിച്ചമൊക്കെ ഉണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ. അവിടെ കണ്ടൊരു ജനറൽ സ്റ്റോറുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ചെറിയ തടാകമുണ്ട്. എന്താണോ ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഓ, അവിടെ കയറി എനിക്കൊരു കഴിക്കണം. ഇതാണ് ടൊർഡോൺ കഫേ. ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പയ്യൊക്കെ നേരത്തെ കയറിയെല്ലാം സെറ്റാക്കി. ശരി, ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഇവിടെയും കഴിഞ്ഞ ദിവസം AK പറഞ്ഞ ഹാഗീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളത് ട്രൈ ചെയ്യുന്നില്ല. ഞങ്ങള് ബേക്കണാനിലേക്ക് ട്രൈ ചെയ്യാനാണ്. ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ മുകളിലൊരു മാന്. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടൊർഡോണിൻ്റെ ഒരു ചെറിയൊരു എനിക്ക് സിമ്പിൾ പോലെ. പക്ഷെ ലാറ്റി എടുത്തപ്പോൾ ലാറ്റിയുടെ എത്തി ഗൈസ്.
He smokes just coming. ഇത് ഞങ്ങൾ മാത്രല്ലേ haggis and cheese. ആക്ച്വലി ഇതിവിടെ വൺ ഓഫ് ദ അവാർഡ് വിന്നിങ് ആണെന്നാണ് പറയുന്നത്. അവിടെ ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് ഒരെണ്ണം മേടിച്ച് നോക്കിയതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ അവസാനം ഒരു ആപ്പിൾ ആൻഡ് ബ്ലൂബെറി കേക്കും കൂടെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ സാധനം അടിപൊളിയായിരുന്നു. അതുപോലെ ഈ ലോക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഈ ബ്ലൂബെറി ഈ കേക്കുകളൊക്കെ നല്ല അടിപൊളിയാണ്. കേറ്റൂലല്ലോ ഉണ്ടല്ലേ. ഷാജി പാപ്പന്റെ മറ്റേ സാധനമല്ല കേട്ടാ. ഞങ്ങളങ്ങനെ ടൊറന്റോയിൽ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് റോക്കി ഫോൾസ്. ഇനിയും നമുക്ക് മറ്റേ ഇതെടുത്തിട്ട് പോവാം. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുപ്പും ഇതൊക്കെ ആയിട്ട് നല്ല ഒന്നും പറയാനില്ല. അത്യാവശ്യം ഒരു അടിപൊളി വ്യൂസ് തന്നെ ആയിരുന്നത്. ഒരു വണ്ടികളും ഇല്ല, ഒന്നുമില്ല. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ആക്ച്വലി നമ്മുടെ ടൊറിഡോണിൽ നിന്ന് റോക്കി ഫോൾസ് പോകുന്ന ലൊക്കേഷനിലാണ്. ആക്ച്വലി നമ്മൾ NC5 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് റോക്കി ഫോൾസ് പോകാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ടൊറിഡോണിലും ആപ്പിൾ ക്രോസ് ഒക്കെ വിസിറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഈ ലൊക്കേഷനിൽ കൂടെ വന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ സ്പോട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ബിഗ് ഏഗ് എന്ന് പറയുന്ന നാഷണൽ റിസർവ്, ലൈക്ക് നാഷണൽ നേച്ചർ റിസർവിൻ്റെ അടുത്താണിത്. അപ്പം അത് ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്ക് എല്ലാവർക്കും എത്താം. ആക്ച്വലി ഇതൊക്കെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻസിനകത്തുള്ളൊരു സ്പോട്ടൊന്നും അല്ല. നമ്മൾ പോകുന്ന വഴി കാണുന്ന ഓരോ ഭംഗി, നമ്മൾ ആക്ച്വലി അൺപ്ലാൻഡ് ആയിട്ട് പോകുന്ന നിമിഷങ്ങളിൽ ഇതുപോലെ പല 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 ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴി. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങുകയും അങ്ങനെ അതൊക്കെയാണല്ലോ ഒരു നമ്മളെല്ലാം ഫുൾ പ്ലാൻ ചെയ്ത് ടൈം ടേബിളൊക്കെ ഇട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ ഒരിടത്ത് എത്തൂല. അങ്ങനത്തെ ഒരു അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുന്ന ട്രാവൽ മെത്തേഡാണ് ഞങ്ങൾ മെയിൻലി ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന ലൊക്കേഷനൊക്കെ കവർ ചെയ്യണം. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല. ഞങ്ങളിപ്പം ഒരു ലൊക്കേഷനിൽ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ ആ സമയത്ത് എത്തണം. അപ്പോൾ പോകുന്ന വഴി
നമുക്ക് പറ്റുന്നിടത്തെല്ലാം കവർ ചെയ്യുക. പിന്നെ മാക്സിമം പോകുന്ന വഴി നല്ല വേറെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുത്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക. ഒരു റിലാക്സ്ഡ് ട്രിപ്പാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പിന്നീട് പോകണമെങ്കിൽ പോകാമല്ലോ. ഇത്രയും നേരം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചകളായിരിക്കും നമ്മൾ റോക്കി ഫോൾസിലേക്ക് എത്തുമ്പം കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആപ്പിൾ ക്രോസിലും ബെലക്നാവ പാസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൾതാമസവും അവിടുത്തെ വീടുകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ ആ സ്റ്റേയുടെ അവിടെ പോയപ്പോഴാണ് കുറച്ച് വണ്ടികളാണെങ്കിലും ആളുകളെ ആണെങ്കിലും കാണാൻ പറ്റിയത്. അത് കഴിഞ്ഞാണെങ്കിലും ഇപ്പം ഇത്രയും വന്നിടത്ത് ടൊർഡോണൊക്കെ പോയി വന്നിടത്ത് കയ്യിലെണ്ണാവുന്ന അത്രയും വണ്ടികളും ആളുകളെയും മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത്രയും പോപ്പുലേഷൻ കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ആപ്പിൾ ക്രോസ് ബെലക്നാവ പാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലൊക്കേഷനൊക്കെ. ഞങ്ങൾ ഈ NC500 മിക്കവരും സ്കിപ്പ് ചെയ്ത് കളയുന്ന കുറച്ച് ലൊക്കേഷൻസാണ് ടൊർഡോൺ ബെലക്നാവ പാസ്. കാരണം വെച്ചാൽ അത് നമ്മുടെ NC500 ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് ഉള്ളിലേക്ക് പോകണം. അത് അത്യാവശ്യം കുറച്ച് കറക്കമുണ്ട്, നമ്മുടെ ടൈം കൺസ്യൂമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെയാണെങ്കിൽ ആക്ച്വലി ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബെലക്നാവ പാസ് ഒക്കെ കവർ ചെയ്തത്. ആ സമയം നമുക്ക് റോക്കി ഫോൾസ് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഇൻവേർണസിൽ നിന്ന് നമുക്ക് റോക്കി ഫോൾസിലേക്ക് പോകാമായിരുന്നു. അതാണ് നമുക്ക് കൂടുതൽ എളുപ്പം. പക്ഷെ ഞങ്ങൾക്ക് ഈ പറയുന്ന അകന്ന് കിടക്കുന്ന ബെലക്നാവ പാസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ റൂട്ട് മാറ്റി പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റോക്കി ഫോൾസിലേക്ക് തന്നെ പോവുകയാണ്. അവിടുത്തെ മെയിൻ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ അവിടെ വിസിറ്റേഴ്സ് അത്യാവശ്യം നല്ല വിസിറ്റേഴ്സ് കാണും. കാരണം വെച്ചാൽ ടൗണിനോട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ NC500 റോഡ് ട്രിപ്പ് പോകുന്ന എല്ലാവരും സ്റ്റോപ്പ് ചെയ്യുന്നൊരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഈ റോക്കി ഫോൾസ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അവിടെയുള്ള നിയർ ബൈ ഉള്ള ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും ഈ വീക്കെൻഡിലൊക്കെ വോക്കിന് വേണ്ടിയും അവരുടെ പട്ടികളെ കൊണ്ട് നടക്കാൻ വരുന്നതും എല്ലാം ഈ റോക്കി ഫോൾസിൽ എന്ന് വെച്ചാൽ ആ റോക്കി ഫോൾസിലേക്ക് എത്തുന്ന ഒരു വോക്ക് വേ ഉണ്ട്. അത് കുറച്ച് നമ്മുടെ വുഡ്ലാൻഡ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു വരണം. അതൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ആ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ റോക്കി ഫോൾസ് നമുക്ക് സ്ട്രെയിറ്റ് കാണാൻ പറ്റും. അത് നല്ലൊരു ഇതാണ്. നമ്മുടെ വാട്ടർഫോളിൽ നിന്ന് വീണ് പോകുന്ന വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് നിൽക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഓട്ടം ടൈമിൽ നമുക്ക് വൈൽഡ് അറ്റ്ലാന്റിക് സാൽമൺ അത് ഈ വാട്ടർഫോൾസ് ചാടിക്കടക്കാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു സീനുണ്ട്. അതും നമുക്ക് കാണാൻ പറ്റും. അതും വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ്. ഈ കാഴ്ചകളെല്ലാം എൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും, എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അതൊരു കമൻറ്റായിട്ടും അറിയിക്കുക. അങ്ങനെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അടുത്തത് നമ്മുടെ റോക്കി ഫോൾസിലെ വീഡിയോ ആണ്, ആരും മറക്കരുത്. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ.